കാര്യം പറഞ്ഞല്ലോ. ഇവിടെ ഒരു മെജിഷ്യൻ വന്നിട്ടുണ്ട്. നമ്മളെ വളരെ രസകരമായി ഒരു പപ്പറ്റ് വെച്ച് നമ്മളെ ഇത്രയും എന്റർടൈൻ ചെയ്ത് നമ്മള് ഗസ്റ്റ് എന്നൊരു വലിയ മനുഷ്യനാണ്. സൂര്യ ടിവിയില് ഡീൽ ഓർ നോ ഡീൽ എന്ന പരിപാടിയില് 10 ലക്ഷം രൂപയാണ് ജയിച്ചിരിക്കണം. നമ്മുടെ മാജിക് മാനില്, ഫ്ലവേഴ്സ് ചാനലില്, കോമഡി ഉത്സവ സൂപ്പർ സ്റ്റാർ, ഒരു ചിരി ബമ്പൻ ചിരി എന്ന പരിപാടി എല്ലാവരും കേട്ടിട്ടുണ്ടോ? മഴവിൽ മനോരമയിലും പല പല ചാനൽസിലും അടിപൊളി പ്രോഗ്രാംസ് നടത്തിയിട്ടുള്ള ആളാ. ഒരു സംഭവമുണ്ട്, മജീഷ്യൻ മാത്രമല്ല, ഹിപ്നോട്ടിസ്റ്റ് ആണ്. ഹിപ്നോട്ടിസ്റ്റ് എന്താണെന്നറിയോ? എന്താ ഹിപ്നോട്ടിസ്റ്റ്? എന്താ ഒരാളിന് മയക്കാണോ? പേരാർക്കാ ഹിപ്നോട്ടിസ്റ്റ് എന്താണെന്നറിയോ? എന്താ ഹിപ്നോട്ടിസ്റ്റ് അറിയോ? അറിയില്ലേ? കൺട്രോൾ ചെയ്യേ. അപ്പൊ മാജിക് ചെയ്യാറില്ലേ? എന്ത് മാജിക്കാ ഇഷ്ടം മജീക്കിന്? ടീയക്ക് എന്ത് മാജിക്കാ ഇഷ്ടം? എന്ത് മാജിക്കാ ചെയ്യാൻ ഇഷ്ടം?
ഗായത്രി സുഖാണോ? എന്താണ് പേര്? അതെ, നല്ലൊരു കയ്യിൽ കൊടുക്കാം എല്ലാവരും. ഓക്കെ, ഞാൻ എന്റെ നാവില് ശൂലം തറച്ചിരുന്നല്ലോ അല്ലെ? ആകെ സംശയം ഉണ്ടോ? ഇല്ല. ഞാനിനി പരിചയപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങോട്ടോ ഇപ്പുറം. ഇനി ഞാൻ ഇവരുടെ നാവില് ആരുടെ നാവിലാണ് ശൂലം തറയ്ക്കുന്നത് പറയാമോ? ഇയാളുടെ നാവിൽ തറയ്ക്കണമെന്ന് താല്പര്യപ്പെടുന്ന എല്ലാവരും കൈയടിച്ചേക്ക് നോക്കട്ടെ. ഇനി ഇവിടെയാണ് ശൂലം തറയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, കൈയടിക്കാമോ? അല്ലെ, നാവ് തെറ്റിക്കോ. വേദന ഉണ്ടാവും, ഓട്ട ഉണ്ടാവും, ചോര വരും. പേടിയാണോ? ആ, എന്നാ മോളോ. എല്ലാവർക്കും പേടിയാണ് അല്ലേ? എന്നാൽ ഞാൻ തന്നെ വീണ്ടും ഒന്ന് നാവിൽ തറയ്ക്കാം. തീയറിയല്ലേ? എനിക്ക് മനസ്സിലുണ്ടോ? മനുഷ്യരുടെ സ്നേഹം എല്ലാം ഉണ്ടോ? അതുകൊണ്ട് ഞാനിന്ന് നാവ് മറച്ചു പിടിച്ചുകൊണ്ടാണ് തറയ്ക്കാമോ? ഓക്കെ, എന്റെ വേദന നീ അറിയാതിരിക്കാൻ വേണ്ടി, നിങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി. ഓക്കെ അല്ലേ? യെസ്. നാവിൽ ഓട്ടിട്ട് കഴിഞ്ഞാൽ എന്ത് വരും? ആര് പറഞ്ഞു നാവിൽ ഓട്ടിട്ട് ചോറ് വരും? ചോറ് വരില്ല. ആ വരും അല്ലേ? അപ്പൊ ഞാനിനി മറച്ചു പിടിക്കാതെ ഓട്ടിട്ടാൻ പോവാം. റെഡിയല്ലേ? റെഡിയാവോ? ഇല്ല. ഓ അതെ. മനസ്സിലായോ? അങ്ങനെ ഒരു മാജിക് ട്രിക്ക് റിവീൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ മനസ്സിലായോ? നമുക്കൊരു തീരെ ഹോബി എന്താ? യൂട്യൂബറാണെന്ന് അറിയാം, അതല്ലാതെ വേറെ ഹോബിയാണോ? വായിക്കാറുണ്ടോ? ആ, ചെറുതായിട്ട് വായിക്കാറുണ്ട്. എന്റെ കയ്യില 3 പുസ്തകങ്ങളുണ്ട്. 1, 2, 3 പുസ്തകങ്ങൾ അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ നോക്കാമോ? ഇവിടെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബുക്കിൽ ടച്ച് ചെയ്യാമോ? എനിക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരികൾ ഒരുപാടുണ്ട്. എന്നാൽ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ആരെങ്കിലും ഒരാളുണ്ടാവുമല്ലോ, ഉണ്ടെങ്കിൽ അവരെ സെലക്ട് ചെയ്യാമോ? ആരാണോ? അതെ, പേര് പറയും. സാൻവി ബേസ്. സാൻവി പറഞ്ഞോ? സാൻവി, എന്റെ കയ്യിൽ 2 പുസ്തകങ്ങളുണ്ട് അല്ലേ? സാൻവി ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? 3rd സ്റ്റാൻഡേർഡ് പഠിക്കുന്നത്. സാൻവിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ബുക്ക് ടച്ച് ചെയ്യാമോ? യെസ്. ഇത് ആരും ടച്ച് ചെയ്യാത്തൊരു പുസ്തകം ഞാൻ ഇവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു റാൻഡം പേജ് ചൂസ് ചെയ്യണം. അതിന് എന്റെ കയ്യിൽ ഒരു കാർഡ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ആക്കി പോകുന്ന സമയത്ത് ഇഷ്ടമുള്ള സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മതി. ഇവിടുന്നോ? ഓക്കെ, ഞാനിങ്ങനെ ആക്കി പോകുമ്പോൾ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബ്രൗസർ അതിനകത്തേക്ക് റെഡി അല്ലേ? യെസ്, യു ആർ റെഡി. മതിയോ? ഹലോ. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ പേജ് നമ്പർ ഒന്ന് ഓർത്ത് വെച്ചോളൂ, എന്നോട് പറയാം കേട്ടോ. ഓർത്ത് വെച്ചോളൂ, എന്നോട് പറയാം. ഓക്കെ, അടുത്ത പേജ് നമ്പർ എന്നോട് പറയല്ലേ? പേജ് നമ്പർ കിട്ടിയോ? എവിടെ പേജ് നമ്പർ? ആ, ഇതല്ലേ? ആ, അതെ, ലാസ്റ്റിലാണ് പേജ്. ആ, ശരി. ഓക്കെ, ഇവിടെ മനസ്സിലൊരു പേജ് നമ്പർ ഓർമ്മയിലുണ്ടാവും അല്ലേ? ഈയുടെ ബർത്ത്ഡേ ആണ് അല്ലേ? അതിലെ 3 ഡിജിറ്റൽ നമ്പറാണോ? ആണ്. അതിലേതെങ്കിലും നമ്പർ മോളുടെ ബർത്ത്ഡേക്കുമായിട്ട് ബന്ധമുണ്ട്? എനി നമ്പർ? ഒരു നമ്പർ ബന്ധമുണ്ട്, എനിക്കറിയാം. ഐ തിങ്ക് 9 എന്ന നമ്പർ അതിനകത്തുണ്ടോ? ആ, ആരോട് പറയരുത് കേട്ടോ. 3 ഡിജിറ്റൽ നമ്പറാണോ? ആണല്ലേ? ഓക്കെ, മോൾ ചൂസ് ചെയ്ത പേജ് ഓപ്പൺ ചെയ്ത ശേഷം അതിന്റെ ഫസ്റ്റ് സെന്റൻസ് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇത് വായിച്ചു കൊടുക്കാമോ? ആ പർട്ടിക്കുലർ പേജ് ഓപ്പൺ ചെയ്ത ശേഷം അതിന് ഫസ്റ്റ് സെന്റൻസ് വായിച്ചു കൊടുത്തേക്ക്. ആ ഏത് പേജ് നമ്പർ ഓർമ്മയുണ്ടല്ലോ? ആ, ഓർമ്മയുണ്ടെങ്കിൽ വായിച്ചു കൊടുക്കും. ഏത് പേജാണ്? ടീക്കുട്ടി ഇവിടെ നിന്നേടാ, ഇവിടെ നിന്നേ. ആ, ടീക്കുട്ടി ആ പേജ് നമ്പർ തപ്പാട്ടോ. അയ്യോ, ശരിക്കാണ്. ആ 9 എവിടെ? അയ്യോ, എവിടെ അത്? എവിടെ നോക്കട്ടെ.
139 ഇവിടെ ഇല്ല. അയ്യോ അതെങ്ങനെ കയറിപ്പോയിട്ടിയാ? പോയി അല്ലേ? കൂട്ടുകാരികൾ എല്ലാ കാര്യവും ഷെയർ ചെയ്യാറുണ്ടോ? ആണോ? അതാണ് പ്രശ്നം. പോളോ പേജ് നമ്പർ 139 ഓപ്പൺ ചെയ്തതില് 130. അയ്യോ യെസ് അതാണ് മാജിക്. അതാണ് മാജിക്. ആരാ കേറിയ? സാൻവിയാ കേറിയ. അതെ അതെ സാൻവിയാ കേറിയത്. എനിക്കൊരു മാല ആവശ്യമുണ്ടായിരുന്നു. ആ ഓക്കെ ഓക്കെ ആ മാല എടുക്കാം. ഓക്കെ യെസ് ഒന്ന് ചെക്ക് ചെയ്യാമോ? എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുത്തു. കാലിയ ഗ്ലാസ് ആണ് അല്ലേ? യെസ് ഓക്കെ. ശേഷം ഞാൻ ഈ മാലയുടെ മുത്തുകളൊന്ന് കട്ട് ചെയ്തു. ഓക്കെ കട്ട് ചെയ്ത ശേഷം ഇത് ഗ്ലാസ്സിനകത്തേക്ക് ഇങ്ങനെ പതുക്കാൻ മതി. ഓക്കെ ഇങ്ങനെ പിടിച്ചോ. ഓക്കെ ഇങ്ങനെ പിടിച്ചേക്കണേ. ശേഷം നമ്മൾ ഇത് ടൈം ഞാൻ വീണ്ടും കട്ട് ചെയ്യുന്നു. ഞാൻ വീണ്ടും കട്ട് ചെയ്യാണ്. കട്ട് ചെയ്ത ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ ഇതിനകത്തേക്ക് ഇൻസർട്ട് ചെയ്യാം കേട്ടോ. എന്താ സംഭവം? ഓക്കെ ഈ കുട്ടിക്ക് മാജിക്കിന്റെ മന്ത്രം അറിയാലോ? എനിക്കറിയാം പി എ മാജിക് ഒക്കെ ചെയ്യുന്ന ആളാണ്. കുറെ അധികം മാജിക് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പി എ മനോഹരമായിട്ട് മാജിക് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഒരു മാജിക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ പി എ മാജിക്കിന്റെ മന്ത്രം അറിയാം അല്ലേ? എന്നാ പറഞ്ഞു. ആ എന്റെ മാജിക്കിന്റെ മന്ത്രം ഇതല്ല. മാജിക്കിന് മന്ത്രങ്ങൾ ആവശ്യമില്ല അല്ലേ? ആവശ്യമുള്ള തന്ത്രങ്ങളാണ്. തന്ത്രങ്ങൾ മാറുമ്പോൾ മാജിക്കുകളാണ് അല്ലേ? ആക്ഷൻ ലൈക്ക് ദിസ്. ഇങ്ങനെ ആക്ഷൻ കാണിക്കാമോ? 10 ക്ലാസ്സിനകത്തേക്കിട്ടെ വീണ്ടും. ടീമിൽ ചോദിക്കേണ്ട കാര്യം കോമഡിയാണ് ഇഷ്ടം ഫ്ലവറാണ് ഇഷ്ടം? കോമഡി ആണല്ലേ? ജസ്റ്റ് കൈ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാമോ? പതുക്കെ വായ അടച്ചു പിടിക്കാമോ? ഗ്ലാസിന്റെ വായ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തേക്ക് പ്ലീസ്. ഇനി നമുക്ക് നോക്കാം മാജിക് ആയിട്ടുണ്ടോ അല്ലേ? ഇത് കട്ടെ കട്ട് ചെയ്തതാണല്ലോ. അതാണ് മാജിക്. ഏതെങ്കിലും ഒരു കാർഡ് എടുക്കാവോ? കാണിക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും പിന്നെ അതല്ല മോളുടെ സ്വയം ഒന്ന് എന്താണോ ഉള്ളിൽ അത് കാണിക്കരുത്. അത് കാണിക്കരുത് കേട്ടോ. ആ കാർഡിൽ നിന്ന് പുറത്ത് വെച്ചോ. ഏത് കാർഡ് എനിക്ക് കാണിച്ചു തരൂ? ക്യാമറയ്ക്ക് കാണിച്ചു തരൂ. ഓക്കെ ഈ കാർഡാണ് ടീക്കുട്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആ ഓക്കെ പിന്നെ ഒരു കവർ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. ഈ കവറിനകത്ത് എന്തെങ്കിലും സൂത്രങ്ങൾ അടങ്ങിയിട്ടുണ്ടോ നോക്കാവോ? എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും അതിക്കുട്ട സൈഡിൽ നിൽക്കടാ. ക്യാമറ കാണിച്ചു നോക്കട്ടെ ഒന്നുമില്ലല്ലോ. നോക്കട്ടെ ഓക്കെ ഒന്നില്ല ഓക്കെ. ടീമിന്റെ എടുത്ത കാർഡ് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ അതിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നതാണ് ഈ കവർ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും. തിരിച്ചു ഹോൾഡ് ചെയ്യാമോ? ഇവിടെ കാർഡ് ഫുൾ ടൈറ്റ് പിടിക്കാം. ഇങ്ങനെ ഓക്കെ. ഇവിടെ ചെയ്യേണ്ടത് ആ കാർഡ് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാമോ? ആ കാർഡ് എടുത്ത കാർഡ് ഓക്കെ. അതിലെ സൈൻ കൂടെ ഒന്ന് ഓരോന്നായിട്ട് എനിക്ക് പാസ് ചെയ്തിട്ടുണ്ടാവും. ഫുൾ ടൈറ്റ് പിടിച്ച് ഞാൻ വലിക്കാൻ പോകണം. റെഡി അല്ലേ? 1 2 3 ബാക്കി എല്ലാ കാർഡുകളും സേഫാണ് അല്ലേ? ബാക്കി എല്ലാ കാർഡുകളും സേഫാണ്. അതാണ് അങ്ങനെ. ഓക്കെ ബ്ലൈഡിങ് ആരും അനുകരിക്കില്ല കേട്ടോ. അല്ല കഴിച്ചു നോക്കി
കഴിക്കണോ? ഗൈസ് അത് മുഴുവൻ കഴിച്ചിട്ട് അദ്ദേഹം അയ്യോ